ബാംഗ്ലൂർ സ്ഫോടന കേസിൽ UAPA പ്രകാരം തടവിലായ സക്കരിയക്കെതിരെ സാക്ഷിമൊഴികളും തെളിവുകളും എല്ലാം വ്യാജമെന്ന് പകൽ പോലെ വ്യക്തമായിട്ടും ജയിൽ മോചനം ജീവിതത്തിൻ്റെ വലിയൊരു കാലഘട്ടത്തെ കാർന്നുതിന്ന് ഒരു വിദൂര സ്വപ്നമായി മാത്രം അവശേഷിക്കുന്നു. ഇത് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തെയും ഭരണഘടനയെയും രാഷ്ട്രസങ്കല്പത്തെയും സംബന്ധിച്ച് അടിസ്ഥാനപരമായ ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. സക്കരിയ എന്നത് കേവലം ഒരു നാമമല്ല. പാനായിക്കുളം കേസ് മുതൽ ഡൽഹി കലാപ ഗൂഢാലോചന കേസ് വരെ നീണ്ടുനിൽക്കുന്ന വ്യാജ കേസുകളുടെയും ഭീകരവാദ ആരോപണങ്ങളുടെയും രാജ്യത്തുടനീളം നടന്ന സ്ഫോടന പരമ്പരകളുടെയും അവയെ തുടർന്നുണ്ടായ മുസ്ലിം വേട്ടയുടെയും പ്രതിനിധാനമാണ് അദ്ദേഹം. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ ഓരോ കാലഘട്ടത്തിലും നിർമ്മിക്കപ്പെട്ട മുസ്ലിം എന്ന അപരൻ്റെ പ്രതിനിധാനമാണ് സക്കരിയ. പതിറ്റാണ്ടുകളായി നീതിയുടെ വെളിച്ചം കാണാതെ ഒരു തവണ പോലും സ്വതന്ത്രമായി ശ്വസിക്കാൻ കഴിയാതെ ജയിലുകളിൽ ജീർണിക്കുന്ന ആയിരക്കണക്കിന് മുസ്ലിം യുവാക്കളുടെയും രാഷ്ട്രീയ മനുഷ്യാവകാശ പ്രവർത്തകരുടെയും പ്രതിനിധാനമാണ് സക്കരിയ. അദ്ദേഹം മഹദനിയും ഷിബിലിയും ഷാദുലിയും അൻസാറുമാണ്. കോയ സാഹിബും അബൂബക്കർ സാഹിബുമാണ്. ഹാനി ബാബുവും സായി ബാബയുമാണ്. ഷർജീൽ ഇമാമും ഉമർ ഖാലിദുമാണ്. സക്കരിയ എന്നത് നമുക്കറിയാവുന്നതും അറിയാത്തതുമായ അനേകായിരം പേരുകളുടെ, മരിച്ചുപോയ അനേകം സ്വപ്നങ്ങളുടെ, ഒരു ജീവിതകാലം കൊള്ളയടിക്കപ്പെട്ട യുവാക്കളുടെ നാമമാണ്. രാജ്യസുരക്ഷ, പരമാധികാരം എന്നീ പ്രയോഗങ്ങളെ പൗരന്റെ മൗലികാവകാശങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുക എന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ഭരണകൂടങ്ങൾ സ്വീകരിച്ചു വരുന്ന പൊതുരീതിയാണ്. മുസ്ലിം, ദളിത്, ആദിവാസി അവകാശങ്ങൾക്കായി നിലകൊള്ളുന്നവരെയും രാഷ്ട്രീയ എതിരാളികളെയും ഇത്തരം ഭീകര നിയമങ്ങളിൽ കുടുക്കി തടവിലിടാൻ ഈ പ്രവണത വഴിയൊരുക്കുന്നു. ഭരണഘടനാപരമായ ഇടപെടലുകളിലൂടെ മാത്രമേ ഇതിന് അന്തിമ പരിഹാരം സാധ്യമാവുകയുള്ളൂ. അല്ലാത്തപക്ഷം ടാഡ പോട്ടയായും പോട്ട UAPAയായും പേരുമാറി വരുന്നതിനപ്പുറം മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതിനാൽ രാജ്യസുരക്ഷ, പരമാധികാരം, പൗരന്റെ മൗലികാവകാശങ്ങൾ, അവയ്ക്കുമേൽ ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ തുടങ്ങിയ ഭരണഘടനയുടെ സുപ്രധാന മൂല്യങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പുനരാലോചനയിലൂടെ മാത്രമേ ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെ തടയാൻ കഴിയൂ എന്ന് ഈ യൂത്ത് സമ്മിറ്റ് പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.